മീര, എടി മീരേ, എന്താ വിവേക്? എന്താടി ഇത്? ഇത് ഞാനല്ലേ? നീ ആയിരുന്ന? എനിക്കറിയാൻ മേലായിരുന്നു. നീ ഇതാരോ ചോദിച്ചോട്ടാണ് നീ പബ്ലിക്കായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന? അതിനിപ്പോ എന്താ? എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ നാട്ടുകാരുടെ മുമ്പിൽ തൊലിരിഞ്ഞു പോവാ. എന്തിന്? ഇതിലിപ്പോ എന്താ ഇത്ര മോശമായിട്ടൊന്നുമില്ലല്ലോ. വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ കുറച്ചുകൂടെ അടക്കം ഒതുക്കൊക്കെ ആയിട്ട് നടക്കണം. അതൊക്കെയാ നാട്ടടപ്പ്. ഇത് ഒരുമാതിരി. അതെന്താ? വിവാഹം കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ, അല്ലാതെ മാറ്റമൊന്നും വരില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വിവേകം അറിഞ്ഞിട്ട് തന്നെയല്ലേ? ദേ, ഇത് ഇവട്ടാ നിർത്തിക്കോണം. ഇനി മേലെ ഇമാര് കോപ്രായങ്ങളൊക്കെ കാണിച്ച കാലെ വരെ കുത്തിങ്ങ കേട്ടല്ലോ. പറഞ്ഞേക്കാം. ഇയാളിത് ആ അമ്മ, ഞാൻ കുളിക്കായിരുന്നു. ആ ആളിവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ വന്നിക്കല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ, ഞാൻ വിളിക്കാട്ടോ. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! അയ്യോ വിവേക്, വേദനിച്ചോ? ഇതിനകത്തെന്താ? കട്ടൻ മാറല. ഞാൻ വിചാരിച്ചു കള്ളനാണെന്ന്. ആരായിരുന്നു ഫോണിൽ? അമ്മ തന്നെയാ. സംശയമുണ്ടോ? നോക്കിക്കോ. നോ പ്രോബ്ലം. ആയിരുന്നു തരേണ്ടത്. കുറേ നേരം ആയല്ലോ മോളെ. ആരുമായിട്ടാ ചാറ്റിങ്? വല്ല അവിഹിതം ആണോ? ഓ, ഞാൻ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ഒരു പേടിയുണ്ടല്ലോ നിന്റെ മുഖത്ത്. എനിക്കൊരു പേടിയില്ല. ഇൻസ്റ്റാഗ്രാം. എടി, നീ ഈ ഫോളോ ചെയ്ത നിമേഷ് ആരാ? എനിക്കറിയില്ല. അറിയില്ല? ഈ നിമേഷിനെ അറിയില്ല? ഇല്ല, അറിയില്ല. നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ ഫോളോ ചെയ്തേക്കാം. ഓ, അവന്റെ ഈ കട്ടത്താടിയും മീശയൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. എടി, ഇതിനേക്കാളൊക്കെ എന്ത് ഗ്ലാമർ അടി. ഞാൻ കൈ തട്ടി അങ്ങനെ ഫോളോ ആയതായിരിക്കും. കൈ തട്ടി ഫോളോ ആകാൻ അൺഫോളോ അടി. അൺഫോളോ അടി ഇപ്പൊ തന്നെ ചെയ്തു. ഓരോരുത്തന്മാരെ കാണുമ്പോ ഉള്ള ഇളക്കമുള്ള. ഇനി വേറെ ആരാടി നീക്കില്? അതെന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പയ്യനാ. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പയ്യനോ? കേളവനാ അവൻ. പയ്യൻ നിന്നെ പീഡിക്കുന്നുണ്ട് ദിവസം ഞാൻ. എടി, നിന്റെ ആ വാട്സപ്പിന്റെ മറ്റേ സ്കാനർ ഒന്ന് ഓണാക്ക്. ഞാൻ സ്കാൻ ചെയ്യട്ടെ. എന്തിനാ അതൊക്കെ? അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ? പേടിയുണ്ട്. ഞാൻ പിടിക്കുന്നുള്ള പേടിയുണ്ട് നിനക്ക്. ഇന്നോ കൊണ്ടുപോയി തിന്നു. ഇങ്ങനെ എറിയുമ്പോ ഞാൻ വേണ്ടാന്ന് പറയണമായിരിക്കും. ഈ ലോക്കൊക്കെ ഓണാക്കി തടിയോളെ. ഇങ്ങനൊരു മനുഷ്യൻ. ഇത് തൽക്കാലം എന്റെ ഇരിക്കട്ടെ. ഈ അനാവശ്യ മെസ്സേജുകളൊക്കെ വരുന്നത് നിനക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ തന്നെ കൊടുത്തോളാം. ഓക്കെ ആണോ? ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് എങ്ങനെയാ പറ. ഇത് കൈവച്ചോ, എനിക്ക് വേണ്ട. ഇത് കൈവച്ചിട്ടുണ്ടോ വേണ്ടാത്ത ആവശ്യങ്ങളൊക്കെ എനിക്കുണ്ടാവാൻ. എന്റെ പൊന്നുമുള്ള, നീ ഇതൊക്കെ തരുമ്പോ നീ വലിയ പരിശുദ്ധിയാണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ അടവല്ല ഇത്. എനിക്ക് നല്ല സംശയമുണ്ട് നീ എന്നെ ചതിക്കുന്നുണ്ടോന്ന്. സത്യം പറ, ചതിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നിങ്ങൾക്ക് എന്തോ മാനസിക രോഗം. മാനസിക രോഗം നിനക്കാടി. എന്തായാലും നിന്റെ ഇൻസ്റ്റാഗ്രാം ഈ വാട്സപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
എല്ലാം ഞാൻ പിടിക്കും. നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിടിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് തീരുമല്ല. ഇതൊക്കെ ഞാൻ അരിച്ച് പിറക്കട്ടെ കേട്ടോ. എന്തേലൊക്കെ കിട്ടൂടി. ഇയാളുടെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെ. ഉറപ്പാ. എങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ശല്യം. എടി മീര, റെഡിയായോ? ആ നീ എന്താ ഈ വേഷത്തില്? ഇതിട്ടാണോ പുറത്തു വരാൻ പോകുന്നത്? നിനക്ക് മനുഷ്യന്മാരിടുന്ന എന്തെങ്കിലും ഇട്ടൂടെ? പിന്നെ എന്താ, പട്ടിയെ പൂജ ഇടുന്ന ഡ്രസ്സാണോ? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. പോയി മാറിയിട്ടോ. അപ്പോ ചെല്ല് പോടി. ആ ദേ, അവിടെ ചെല്ലുമ്പോഴേ ആരെങ്കിലും പാട്ടൊക്കെ പാടാൻ പറയും. പിന്നെ അതുമേ പിടിച്ച് തൂങ്ങരുത്. മനസ്സിലായോ? പാട്ട് പാടുന്നോണ്ട് എന്താ? പാടണ്ട, അത്ര തന്നെ. ആ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ഒരു പാട്ട് പാടും. രണ്ടിലേയും പാടറി. ഇപ്പൊ എങ്ങനെ പാടാനാ? പറ്റുമോ നിനക്ക്? പറ്റില്ല. നാട്ടുകാരുടെ മുമ്പ് നിനക്ക് പാടാൻ പറ്റും. കുറെ അവന്മാര് ഇരിപ്പുണ്ടല്ലോ. അതെന്താണ് നിനക്ക് എന്നെ പിടിക്കല്ലേ? വിവേക്, അനാവശ്യം പറയരുത്. നീ കൈ ചൂണ്ടി സംസാരിക്കുന്ന കൈ വേദനിക്കുന്നു. നീ ആർക്ക് മേലടി കൈ ചൂണ്ടിയത്? കൈ വേദനിക്കുന്നു. കൈ വേദനിക്കുന്ന കൈ വേദനിക്കുന്നു. അടി കുറെ നാളായി തുടങ്ങിയിട്ട്. നീ എന്നെ കൈ വേദനിക്കുന്നു. കൈ ഒടിഞ്ഞു. കൈ വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോ? പുറത്തറിഞ്ഞ ഇതൂടെ പറഞ്ഞു കൊടുത്തു. ശരി കേട്ടോ. എടോ, തനിക്ക് വേദനിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാ എനിക്കും വേദനിക്കുന്നത്. കേട്ടോ? കൊറേയായി ഞാൻ ക്ഷമിക്കുന്നു. ഇതിപ്പോ താൻ കെട്ടിയ താലിയും ആനയുടെ ചങ്ങലയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ദേ, ഇത് വിട്ടോണ്ടേ ഞാൻ വരുന്നുള്ളൂ. തനിക്ക് വരാൻ പറ്റുമെങ്കിൽ കൂടെ വാ, ഇല്ലെങ്കിൽ വരണ്ട. അത് കുഴപ്പമില്ല, ഡ്രസ് മതി. ഞാൻ ഈ ഡ്രസ് ഇട്ടാ മതിയോ? ചുളുങ്ങിപ്പോയി, മാറട്ടെ. അത് വിട്ടോണ്ട് വന്നാ മതി. മതിയോ? ഞാൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.